കക്ഷിക്കാർക്ക് മാത്രം കയറാനാണ് ഈ ബസ് കിടക്കുന്നത്. നല്ലത് എല്ലാ കക്ഷിക്കാർക്കും കക്ഷിയില്ലാത്തവർക്കും കയറാം. ഇവിടെ നമുക്ക് എല്ലാ കേന്ദ്രങ്ങളിലേക്കും പോകാനുള്ള സർവീസ് ആരംഭിക്കണം. എറണാകുളത്തിന് പോകാൻ, അല്ലെങ്കിൽ കോട്ടയത്തേക്ക് പോകാൻ, ഇടുക്കിക്ക് പോകാൻ, അതിൽ വടക്കോട്ട് എവിടെയെങ്കിലും പോകാൻ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കാൻ കഴിയണം. അപ്പോൾ ഒരു നാടിന്റെ വികസനത്തിൽ ഇപ്പൊ അവർ പറയുന്നത് ഇവിടെ സ്റ്റേഡിയം പണിയേണ്ടതായിരുന്നു. സ്റ്റേഡിയം വേണം കൂട്ടാറുണ്ട്. സ്റ്റേഡിയം വേറെ ഉണ്ടെങ്കിൽ തരാം. ആ സ്റ്റേഡിയത്തിന്റെ ടൗണിൽ തന്നെ സ്ഥലവും കണ്ടുപിടിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ പണത്തിലില്ലാതെ MEIP-യുടെ സ്ഥലം. ഞാൻ അതുകൂടെ പറയാം. MEIP ഞാനിവിടെ മന്ത്രിയായിരുന്ന ആളാണ്. 10 വർഷക്കാലത്തോളം ഇറിഗേഷന്റെ മന്ത്രിയായിരുന്ന ആളാണ്. ഇവിടെ ഒരുപാട് സ്ഥലം ഞങ്ങൾ അവിടെ ഇവിടേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റേഡിയം ടൗണിന്റെ നടുക്കൂട്ട് വെക്കണമെന്നുള്ള തോന്നുന്നു. ഒന്നുമില്ലല്ലോ, പിള്ളേർക്ക് ഓടാനും പന്ത് കളിക്കാനും അല്ലെങ്കിൽ മറ്റ് സ്പോർട്സ് മീറ്റ് നടത്താനും ഒക്കെ ഇച്ചിരി മാറി നടത്തുക ഏതോ സൗകര്യം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റേഡിയം വേണം. പിന്നെ ഫയർ സ്റ്റേഷൻ ഇവിടെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. ഞാൻ ഈ പ്രാവശ്യം ഈ വർഷം പറ്റുമെന്ന് നോക്കി നമ്മൾ ചെന്നപ്പോ നമ്മുടെ കൂത്താറ ഫയർ സ്റ്റേഷനിൽ ഒരു ഫയല് ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല. ഇതേപോലെ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ അത് ജനറേറ്റ് ചെയ്തിരിക്കുക, ഫയൽ ജനറേറ്റ് ചെയ്തു. ഇവിടെ എന്താണെങ്കിലും കൂത്താറിനൊക്കെ വളരെ വൈകാതെ ഒരു ഫയർ സ്റ്റേഷൻ കൂടി ഇവിടെ ആരംഭിക്കാനുള്ള ചെയ്യുന്നതാണ്. അപ്പൊ അടിസ്ഥാനപരമായി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. പിന്നെ വേറെ ഒരു ഹൈപ്പർ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു. അതോടെ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ഈ അതുകൊണ്ട് ഈ നാടിന്റെ വികസനം എന്നുള്ളത് നമുക്ക് ഓരോ കാര്യങ്ങളും. ഞാനും കുറെ കാലമായെങ്കിൽ ജനപ്രതിനിധി, ഞാൻ 10-31 വർഷമായി MLA ആയിട്ട്, കുറെ കാലം മന്ത്രിയായിട്ട് വരുന്നു. അപ്പോൾ ഒരു നാട്ടിൽ എന്ത് നടക്കണം, എന്തൊക്കെ ചെയ്യണം, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കമ്മിറ്റഡാണ്.